Dynamics warriors, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. So yes guys, അപ്പം ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വേറെ ഒന്നുമല്ല, Kinetic Theory of Gases ആണ്. So thermal physicsലെ ബാക്കി എല്ലാ ലെക്ചേഴ്സും നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി ഈ ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് അതിലെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. NCERTയിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും വളരെ ക്വിക്ക് ആയിട്ട്. ഓക്കെ, ഇൻ ഡെപ്ത് നമ്മൾ പോകുന്നില്ല. ഓക്കെ യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്കറിയാം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തേർമൽ ഫിസിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് ഇതൊക്കെ പ്രിപ്പയർ ആയി കഴിഞ്ഞു, എല്ലാ കോൺസെപ്റ്റ്സും തിയറീസ് എല്ലാം അറിയാം. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തേർമൽ ഫിസിക്സ് സെറ്റാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് മാക്സിമം 1 hour, ഓക്കെ, അതിനുള്ളിൽ നമുക്ക് ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് തേർമൽ ഫിസിക്സിൻ്റെ PYQസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ നേരിടണം. സോ യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ബേസിക്സ് നമ്മൾ കുഞ്ഞുനാളിലോട്ട് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ തന്നെയാണ്. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്, ഇത് മൂന്നും എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോളിഡ്സ് എന്താണെന്ന് അറിയാം, ലിക്വിഡ്സ് എന്താണെന്ന് അറിയാം, ഗ്യാസസ് എന്താണെന്ന് അറിയാം. സോളിഡ്സ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സോളിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു പോയിന്റ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, അതായത് ഈ സോളിഡ്സിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഭയങ്കരമായിരിക്കും. ഓക്കെ, അടിപൊളിയായിട്ട് അവരിങ്ങനെ കട്ടയ്ക്ക് നിൽക്കും. ക്ലിയർ അല്ലേ? അതാണ് സോളിഡ്സ്. സോ ഈ സോളിഡ്സിന് അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു ഒരു ഷേപ്പും സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം. ഇനി നേരെ ലിക്വിഡ്സിലോട്ട് വരുമ്പം ഇന്റർമോളിക്കുലാർ ഫോഴ്സ് അത്രയ്ക്കൊന്നുമില്ല. ഓക്കെ, ചെറുതായിട്ട് നമ്മളൊന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടീമിൽ നിന്ന് അങ്ങ് പോവും. ഓക്കെ, അത്രയേ ഉള്ളൂ. ആ ഒരു ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് സോളിഡ്സിനെക്കാട്ടിലും കുറവാണ്. അത്രയും കട്ടയ്ക്കൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചൊക്കെ അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. ഗ്യാസസ് ആണെങ്കിലോ, ഗ്യാസസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനെക്കാട്ടിലും കുറവാണ് ഗ്യാസസിന്. ക്ലിയർ അല്ലേ? സോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ളത് സോളിഡ്സ് ആണ്. ഓക്കെ, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഏറ്റവും കൂടുതൽ സോളിഡ്സിനാണ്, അതിനേക്കാട്ടിലും കുറവാണ് ലിക്വിഡ്സിനുള്ളത്, അതിനേക്കാൾ കുറവാണ് നമ്മുടെ ഗ്യാസസിനുള്ളത്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജിയുടെ പറയുവാണെങ്കിൽ, പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ നേരെ തിരിയും. എങ്ങനെയാണ് വരുന്നത്? യെസ്, ഏറ്റവും കൂടുതലുള്ളത് ഗ്യാസസിനാണ്. പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കൂടുതലുള്ളത് ഗ്യാസിനാണ്. പിന്നെ അതിനേക്കാട്ടിലും ഇച്ചിരി കുറവാണ് നമ്മുടെ ലിക്വിഡ്സിന്, അതിനേക്കാട്ടിലും വളരെ വളരെ കുറവാണ് ആർക്ക്, നമ്മുടെ സോളിഡ്സിന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് നമ്മൾ പറഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ യെസ്, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ, ഓക്കെ അല്ലേ, നമുക്കൊരു ടെമ്പറേച്ചർ തന്നേക്കുവാണ്. അവിടെ ഈ പറയുന്ന കൈനറ്റിക് ഇന്റേണൽ എനർജി, ഓക്കെ, ഇന്റേണൽ കൈനറ്റിക് എനർജി, ഓക്കെ അല്ലേ, ഇന്റേണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ലിക്വിഡ്സിൻ്റെയും സോളിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? നമുക്കൊരു ഗിവൺ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അപ്പം അതിൻ്റെ ഇന്റേണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സോളിഡ്സിൻ്റെ ആണെങ്കിലും ലിക്വിഡ്സിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസസിൻ്റെ ആണെങ്കിലും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. അതും നമ്മൾ ഫസ്റ്റ് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് 2 പേജ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് യെസ്, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഗ്യാസസിനാണ്, മിനിമം എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ്സിനാണ്. അതും നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ യെസ്, ഇന്റേണൽ എനർജി. ഓക്കെ, അതുപോലെ ഇന്റേണൽ എനർജി മാക്സിമം വരുന്നത് ഇന്റേണൽ എനർജി. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇന്റേണൽ എനർജി ഏറ്റവും കൂടുതൽ വരുന്നത് മാക്സിമം ഫോർ ഗ്യാസ് ആണ്, മിനിമം ആണ് ആർക്ക്, ഓക്കെ, മിനിമം ആണ് നമ്മുടെ സോളിഡ്സിന്. ഓക്കെ, ഇന്റേണൽ എനർജി മാക്സിമം ഉള്ളത് ഗ്യാസിനാണ്, ദെൻ ലിക്വിഡ്സിനാണ്, ദെൻ സോളിഡ്സിനാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ദെൻ ഐഡിയൽ ഗ്യാസ്. എന്താണ് ഐഡിയൽ ഗ്യാസ്? ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ലോസ് പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അങ്ങനെ കുറേ ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ലോസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്യാസിനാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് നന്നേ കുറവ്, അല്ലെങ്കിൽ ബിഗ് സീറോ എന്ന് നമുക്ക് പറയാം. അതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ ഐഡിയൽ ഗ്യാസിൻ്റെ ഓക്കെ ഒരു മോളിക്യൂളിൻ്റെ വോളിയം എടുക്കുവാണെങ്കിൽ, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്
ഈസ് നെഗ്ലിജിബിൾ. എപ്പോൾ നമ്മൾ അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം വെച്ച് കമ്പയർ ചെയ്യും. അതായത് നമ്മളൊരു മോളിക്യൂൾ എടുക്കുന്നു, ആ മോളിക്യൂളിൻ്റെ വോളിയം നമ്മൾ കണ്ടെയ്നറിൻ്റെ വോളിയം വെച്ച് നോക്കുമ്പം എന്താണ്, നെഗ്ലിജിബിൾ ആണ്. സോ അവിടെ നമുക്ക് ഒരു അസംഷൻ എടുക്കാം, എന്താണ്, വോളിയം ഓഫ് ഗ്യാസ്. ഓക്കെ, വോളിയം ഓഫ് ഗ്യാസ് വിച്ച് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി കണ്ടെയ്നർ. പക്ഷെ അവിടെ എഗെയിൻ എന്തുണ്ട്, എക്സെപ്റ്റ് 0 കെൽവിൻ. ഓക്കെ, 0 കെൽവിനിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ബാക്കി ഏത് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പറയാം വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് വോളിയം ഓഫ് കണ്ടെയ്നറിന് ഈക്വൽ ആണ്, എക്സെപ്റ്റ് 0 കെൽവിൻ. അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഐഡിയൽ ഗ്യാസിനെ പറ്റി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിയൽ ഗ്യാസിന്റെ പ്രസക്തി എന്താണ്? റിയൽ ഗ്യാസ് ഒന്നുമില്ല, ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ലോസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതലാണ്, അങ്ങനെ ഈ ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ഗ്യാസസിനെ നമ്മൾ പറയുന്ന പേരാണ് റിയൽ ഗ്യാസ് എന്നുള്ളത്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഉണ്ട്, റിയൽ ഗ്യാസ് ഉണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്. ഐഡിയൽ ഗ്യാസിൽ നിന്ന് ദി ഗ്യാസസ് വിച്ച് ഷോ ഡീവിയേഷൻ ഫ്രം ദി ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ, അതിനെയാണ് നമ്മൾ റിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി അഗൈൻ ഐഡിയൽ ഗ്യാസിലോട്ട് നമ്മൾ വരുവാണ്. അവിടെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് അവഗാഡ്രോ നമ്പർ. ഓക്കെ, എന്താണ് അവഗാഡ്രോ നമ്പർ? ഇനി നമ്മൾ നെക്സ്റ്റ് 2 സ്ലൈഡിൽ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കോൺസ്റ്റൻസും നമുക്ക് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുമാണ്. സോ ഇത് അറിയാവുന്ന മിക്ക ആളുകൾക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നതെന്ന് മാത്രം. സോ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കണ്ടെയ്ൻ ഇൻ 12 gram ഓഫ് കാർബൺ 12. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.023 × 10⁻23 ആണ്. Then next, to calculate the mass of an atom or a molecule, equation. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. മാസ് ഓഫ് 1 atom which is equal to atomic weight divided by n ആണ്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവഗാഡ്രോ നമ്പർ ആണ്. അതിനെ നിങ്ങൾ n എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും, n0 എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും, na എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ തന്നെയാണെങ്കിലും അവൻ ആരാണ്? അവഗാഡ്രോ നമ്പർ ആണ്. ക്ലിയർ അല്ലേ? n ആയിക്കോട്ടെ, n0 ആയിക്കോട്ടെ, na ആയിക്കോട്ടെ, ദാറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ. ഓക്കെ അല്ലേ? അപ്പം മാസ് ഓഫ് 1 ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്മുടെ അവഗാഡ്രോ നമ്പർ. നെക്സ്റ്റ്, മാസ് ഓഫ് 1 മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്കുലാർ വെയിറ്റ്, അറ്റോമിക് വെയിറ്റിന് പകരം മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ അഗെയിൻ. Then to calculate the number of atoms or molecules in a certain amount of substance. അതിനുള്ള ഇക്വേഷൻ ആണ് number of atoms in 1 gram which is equal to Avogadro number divided by atomic weight into m, then number of molecules in m gram, that is again n divided by molecular weight into m. Okay, yes. In ideal gas equation ലോട്ട് നമ്മൾ പോവാണ്. അതിന് മുമ്പ് again ഗ്യാസ് കോൺസ്റ്റന്റ് നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നമുക്കറിയാം. 2 ടൈപ്പ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് R. And then next is specific gas constant, that is small letter r. അപ്പോൾ രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R which is equal to P0 V0 divided by T0 which is equal to 8.311 joule mole raised to -1 Kelvin raised to -1. Okay, then next is specific gas constant ആണ്, that is equal to PV which is equal to R by M into T. അപ്പം ഈ R by M നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്മോൾ ലെറ്റർ R അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്പെസിഫിക് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം. എഗെയിൻ നമ്മൾ ഒരു മോളാർ എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പം അത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ദെൻ അഗെയിൻ അവഗാഡ്രോ നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദിസ് ഇസ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ഈ ഒരു വാല്യൂം കൂടെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ദാറ്റ് ഇസ് 1.38 × 10⁻23 ജൂൾ പെർ കെൽവിൻ. ക്ലിയർ അല്ലേ? സോ കുറച്ച് കോൺസ്റ്റൻസും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഈ വാല്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എത്രയാണെന്നുള്ളത്. ചിലപ്പോൾ അതിൻ്റെ വാല്യൂ തരണമെന്നില്ല, അതുകൊണ്ട് തന്നെ ബൈ ഹാർട്ട് ചെയ്യണം വിത്ത് യൂണിറ്റ്. ഓക്കെ, ഇനി അഗൈൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഓക്കെ, അതിനാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ PV/T which is equal to constant. അതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതർവൈസ് നമുക്ക് എങ്ങനെ പറയാം? PV which is equal to nRT. ഓക്കെ, PV/T which is equal to a constant. A constant എന്ന് പറയുന്നതാണ് nR. അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കാണ് PV which is equal to nRT. ക്ലിയർ അല്ലേ? യെസ്. ഇതിൽ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആണ്, R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓൾവേസ് നിങ്ങൾ പഠിക്കുമ്പം
ഒരിക്കലും തെറ്റിക്കരുത്. നമ്മളൊരു പുതിയൊരു എന്താ പറയുക സ്പെസിഫിക് ഗ്യാസ് കോൺസ്റ്റന്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും മെസ്റ്റപ്പ് ആയി പോകരുത്. ഓൾവേസ് പഠിക്കുമ്പം കൃത്യമായിട്ട് ഓർത്തിരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പി വി വിച്ച് ഇസ് ഈക്വൽ ടു ആർ ടി. പി ഇസ് പ്രഷർ, വി ഇസ് വോളിയം, ടി ഇസ് ടെമ്പറേച്ചർ, എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്, ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വിച്ച് ഇസ് ഈക്വൽ ടു 8.311 ജൂൾ മോൾ റേസ് ടു -1 Kelvin raised to -1. Fine? Yes. Next, ideal gas equation le നമ്മൾ ഇതുപോലെ നമുക്ക് എന്താ പറയുന്നത് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് സംഭവങ്ങളാണ് NTP and STP. NTP എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ പ്രഷർ ആണ്. STP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. ഓക്കെ, സോറി, സ്പെസിഫിക് അല്ല, സ്റ്റാൻഡേർഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ക്ലിയർ അല്ലേ? NTP and STP. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? NTPയിൽ ടെമ്പറേച്ചർ വരുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഇസ് 273.15 കെൽവിൻ ആണ്. അറ്റ് ദ സെയിം ടൈം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിലോ അവിടെ വരുന്നത് 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് മീൻസ് 273.16 കെൽവിൻ. ആ ഒരൊറ്റ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പ്രഷർ 180 ഇവിടെയും 180. ഇവിടെ വോളിയം 22.4 ലിറ്റർ, അവിടെയും വോളിയം 22.4 ലിറ്റർ ആണ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒരു വ്യത്യാസം ഉള്ളത് ടെമ്പറേച്ചറിൽ മാത്രമാണ്. ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ്, അവിടെ 0.01 ഡിഗ്രി സെൽഷ്യസ്. ഓൾവേസ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഏതെങ്കിലും ഒരു വാല്യൂ പഠിച്ചാലും മതി. ഇനി നെക്സ്റ്റ് നമ്മുടെ ലോസിലോട്ടാണ് നമ്മൾ വരുന്നത്. ബോയിൽസ് ലോ. ബോയിൽസ് ലോ നമുക്കറിയാം എന്താണ്, അവിടെ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. ബോയിൽസ് ലോയില് temperature remains constant. അങ്ങനെയാണെങ്കിൽ മാത്രം P which is inversely proportional to V. The pressure according to Boyle's law for a given mass of ideal gas, okay, given mass of ideal gas, the pressure of an ideal gas is inversely proportional to the volume at constant temperature. Clear അല്ലേ? P which is proportional to 1/V. ഇനി ബോയിൽസ് ലോന്റെ നിങ്ങൾക്ക് തരുന്ന ഗ്രാഫുകൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഗ്രാഫാണ് ദാ നമ്മുടെ പി വിയുടെ ഈ ഗ്രാഫ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രാഫാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബോയിൽസ് ലോന്റെ എന്താ പറയുന്നത് ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇനി സംടൈംസ് ദാ ഇതുപോലെയാണ് ഗ്രാഫ് തരുന്നതെങ്കിൽ നിങ്ങൾ മേ ബി കൺഫ്യൂസ്ഡ് ആവും. ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം P which is proportional to 1/V ആണെങ്കിൽ PV which is equal to constant ആണ്. ഓക്കെ, അതായത് P കൂടുവാണെങ്കിൽ V കുറഞ്ഞോളും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ PV എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ബോയിൽസ് ലോയുടെ ഗ്രാഫ് തന്നെയാണ്. ഇതും എന്താണ്? ബോയിൽസ് ലോയുടെ ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, PV നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വോളിയം, ഇവിടെ PV, ഇവിടെ പ്രഷർ. ഓക്കെ, ഇത് മൂന്നും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ബോയിൽസ് ലോനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫുകളാണ്. ഓക്കെ അല്ലേ? അപ്പം ബോയിൽസ് ലോ നമ്മൾ കുറച്ച് ബ്രീഫായിട്ട് നമ്മൾ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഓക്കെ, P which is proportional to 1/V. പ്രഷർ കൂടുവാണെങ്കിൽ വോളിയം കുറയും, പ്രഷർ കുറയുവാണെങ്കിൽ വോളിയം കൂടും. ക്ലിയർ അല്ലേ? ഈസിയാണ്. നെക്സ്റ്റ് ഇസ് ചാൾസ് ലോ. ചാൾസ് ലോ ഇതുപോലെ തന്നെ ഫോർ എ ഗിവൺ മാസ് ദ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് proportional to temperature at constant pressure. Clear? Okay, ഇവിടെ എന്താണ്? ഇവിടെ പ്രഷർ ആണ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെമ്പറേച്ചറിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചറിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. V കൂടിയിട്ടുണ്ടെങ്കിൽ Tയും കൂടും, T കുറഞ്ഞിട്ടുണ്ടെങ്കിൽ Vയും കുറയും. ക്ലിയർ അല്ലേ? V is proportional to T എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചാൾസ് ലോ നമുക്കറിയാം V is proportional to T at constant pressure. ക്ലിയർ അല്ലേ? ഫോർ ഐഡിയൽ ഗ്യാസ്. ഇനി അതിന്റെ ഗ്രാഫിലോട്ട് വരാം. ആൻഡ് ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V/T which is equal to a constant. അതർവൈസ് നമുക്ക് എങ്ങനെ എഴുതാം? V1/T1 which is equal to V2/T2. ക്ലിയർ അല്ലേ? യെസ്. ദെൻ ഞാൻ ഇത് ഇറേസ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം.
ഇതിന്റെ ഗ്രാഫ് വരുന്നത്, അതായത് ചാൾസ് ലോയുടെ ഗ്രാഫ് വരുന്നത് വി ആൻഡ് ടി, വിക്ക് അനുസരിച്ച് വി കൂടുന്നതിനനുസരിച്ച് ടിയും കൂടും, വി കുറയുന്നതിനനുസരിച്ച് ടിയും കുറയും. സോ നമുക്കറിയാം ഇത് നമുക്ക് അറിയാവുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാഫാണ്. ഇതെവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ചാൾസ് ലോനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വി ബൈ ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ. അപ്പം എവിടെയൊക്കെ നമുക്ക് വി ബൈ ടി തന്നിട്ടുണ്ടെങ്കിലും ഓക്കെ, എവിടെയൊക്കെ വി ബൈ ടി തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. താഴെ വോളിയം ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും എന്താണ്, യെസ് ഈ ഗ്രാഫിന്റെ കോൺസ്റ്റന്റ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വോളിയം, ഐഡിയൽ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വി ബൈ ടി എന്ന് പറയുന്ന വാല്യൂ ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് റിലേഷൻ അറിയാം V1/T1 which is equal to V2/T2. നെക്സ്റ്റ് വൺ ഇസ് Gay-Lussac's law. ഇവിടെ എന്താ പറയുന്നത്, ഫോർ എ ഗിവൺ മാസ് ഓഫ് ഐഡിയൽ ഗ്യാസ് the pressure is proportional to temperature. Okay, pressure is directly proportional to temperature at constant volume. Okay അല്ലേ, at constant volume. Okay, Gay-Lussac's law എന്താ പറയുന്നത്, P is proportional to T. Okay, constant volume ആണ്. ഇനി അതിന്റെ ഗ്രാഫിലോട്ട് നേരെ വരുവാണെങ്കിൽ നമുക്കറിയാം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, P/T which is equal to a constant value. ഓക്കെ, ഈ ഗ്രാഫ് നമുക്കറിയാം ഓക്കെ അല്ലേ. അതായത് നേരത്തെ നമ്മൾ വോളിയം ടെമ്പറേച്ചറും പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും. ഇനി P/Tയും പിയും തമ്മിലുള്ള ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്കറിയാം P/T which is equal to a constant value. ഇനി അഗെയിൻ P/Tയും ടിയും തന്നാലോ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ക്ലിയർ ആയില്ലോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. നമ്മൾ ബോയൽസ് ലോ പറഞ്ഞു, ചാൾസ് ലോ പറഞ്ഞു ആൻഡ് Gay-Lussac's law പറഞ്ഞു. ഓക്കെ, ബോയ്ൽസ് ലോ എന്താ പറഞ്ഞത്, P is proportional to 1/V. ചാൾസ് ലോയില് V is proportional to T. ആൻഡ് ഇവിടെ ആണെങ്കിലോ P is proportional to T. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, PV which is equal to constant. ഇതിനെയോ V/T which is equal to constant. P/T which is equal to constant. ഓക്കെ അല്ലേ? ഇനി ഡിഫറെന്റ് ഗ്രാഫുകളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ആൻഡ് ഫസ്റ്റ് കേസിൽ കോൺസ്റ്റന്റ് ആരാണ്, ബോയിൽസ് ലോയില് കോൺസ്റ്റന്റ് വരുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് കേസിൽ ഓക്കെ, ഇവിടുത്തെ കേസിൽ കോൺസ്റ്റന്റ് വരുന്നത് നമ്മുടെ പ്രഷർ ആണ്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിലോ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് വോളിയം ആണ്. ഓക്കെ, വോളിയം ആണ് കോൺസ്റ്റന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചതാണ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് Gay-Lussac's law. അപ്പം ഏതൊക്കെയാണ് എന്തിനൊക്കെയാണ് പ്രപ്പോർഷണൽ, എവിടെയാണ് ആരാണ് ഏത് റിലേഷൻ, ഏത് ലോയിലാണെങ്കിലും ആരാണ് കോൺസ്റ്റന്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. സിമ്പിൾ ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് of saturated vapors is the pressure which it would be exert if contained alone in the entire confined given space. ഒന്നുമില്ല, അതായത് നമ്മൾ ഒരു കണ്ടെയ്നറിൽ കുറച്ച് മോളിക്യൂൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്, യെസ് ടോട്ടൽ പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു പാർഷ്യൽ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ പ്രഷർ. ഓക്കെ, നമുക്ക് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അതിൻ്റെ സം ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഇസ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ആൻഡ് ഇവിടെ വേറൊരു കണ്ടീഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂൾസ് നോൺ ഇന്ററാക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, നോൺ ഇന്ററാക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് പറയാം നോൺ റിയാക്റ്റീവ്. കാരണം എന്താണ്, റിയാക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും, വേറൊരു ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യും. സോ അത് റിയാക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാത്ത എന്താ പറയുന്നത് ഗ്യാസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് P which is equal to P1 plus P2 plus P3. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സം ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ Avogadro's law. It states that under similar condition of pressure, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രഷറും ടെമ്പറേച്ചറും വോളിയവും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അതായത് രണ്ട് കണ്ടീഷൻസ്, രണ്ട് ഇത് ഉണ്ട്, അവിടെ നമ്മളുടെ പ്രഷറും വോളിയം ടെമ്പറേച്ചറും എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, N1 which is equal to N2. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് രണ്ടിലെയും ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മുടെ കയ്യിൽ രണ്ട് ഗ്യാസ് ഉണ്ട്,
ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രഷറും സെയിം ആണ്, ഇവിടുത്തെ വോളിയം സെയിം ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ ഉള്ളിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവോഗാഡ്രോസ് ലോ. ഓക്കെ, അതും ഈസിയാണ്. ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഇനി കൈനറ്റിക് തിയറിയിലോട്ട് നമ്മൾ ജസ്റ്റ് കാലെടുത്ത് വെച്ചു. ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഡീപ്പായിട്ട് പോവാണ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പം അവിടെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. സോ നിങ്ങൾ NCERT വായിച്ചിട്ട് കഷ്ടപ്പെടുകയേ വേണ്ട, ഇതിനേക്കാൾ കൂടുതൽ NCERTയിൽ പറയുന്നില്ല. അത് മാക്സിമം എന്താ പറയുന്നത്, അതെല്ലാം അരച്ച് കലക്കി വെച്ചേക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഇത്. ഓക്കെ, സോ എവറി ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് നോൺ ആസ് മോളിക്യൂൾസ്. നമുക്കറിയാം. ഓക്കെ, ഏത് ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ് ഗ്യാസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദീസ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ ഓൾ ഐഡന്റിക്കൽ. ഓക്കെ, ഒരു ഗ്യാസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ എല്ലാ മോളിക്യൂൾസും എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. ബട്ട് ആർ ഡിഫറെന്റ് ദാൻ ദോസ് ഓഫ് അനദർ ഗ്യാസ്. വേറൊരു ഗ്യാസിന്റെ മോളിക്യൂൾസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇതും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ക്ലിയർ അല്ലേ? നമ്മളൊരു ഗ്യാസ് എടുക്കുവാണ്, ആ ഗ്യാസിൽ എന്തുണ്ടെന്ന് നമുക്കറിയാം? മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസ് എല്ലാം എന്താണ്? ഐഡന്റിക്കൽ ആണ്. അതിൽ ഏത് പാർട്ടിലെ മോളിക്യൂൾ എടുത്തിട്ടുണ്ടെങ്കിലും ഐഡന്റിക്കൽ ആണ്. പക്ഷേ അത് വേറൊരു ഗ്യാസിന്റെ മോളിക്യൂൾസിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിലോ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഐഡന്റിക്കൽ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മോളിക്യൂൾസ്, ഒരു ഗ്യാസിലെ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ആണ്, സ്ഫെറിക്കൽ ആണ്, റിജിഡ് ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പോയിന്റ് മാസ് ആണ്. അതായത് ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? സെയിം ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ദ സൈസ് ഇസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ ടു ഇന്റർമോളിക്യുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇന്റർമോളിക്യുലർ ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും. ഇനി അടുത്ത പോസ്റ്റ്ലേറ്റ്. Molecules of gas keep on moving randomly in all possible directions with all possible velocities. ഓക്കെ, നമ്മളൊരു ഗ്യാസ് എടുക്കുവാണ്, അതിലെ മോളിക്യൂൾസ് എന്താ ചെയ്യുക? റാൻഡംലി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും, ഇല്ലേ? അവിടേക്ക് ഇവിടേക്കൊക്കെ പോവും, എല്ലായിടത്തും കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, അതിന് പറ്റാവുന്ന അത്രത്തോളം ഡയറക്ഷൻസ്, പറ്റാവുന്ന അത്രത്തോളം വെലോസിറ്റീസിൽ അത് എന്ത് ചെയ്യും? അത് മൂവ് ചെയ്യും. ദി സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ലൈ ബിറ്റ്വീൻ 0 and infinity. ഓക്കെ, 0 and infinity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഹൈ സ്പീഡിനെയാണ്. ഓക്കെ അല്ലേ? സോ ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 0 to infinity, നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റത്തില്ല. അതിനെന്താണ്? 0 to infinity വരെ അതിന്റെ സ്പീഡ് നമുക്ക് പറയാൻ പറ്റും, റേഞ്ച് പറയാൻ പറ്റും. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് മൂവിംഗ് വിത്ത് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ഇസ് മാക്സിമം. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആ ഒരു മോളിക്യൂളിലെ, ആ ഒരു ഗ്യാസിലെ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് പോകുന്ന സ്പീഡാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. Okay, so the number of molecules moving with most probable speed is maximum. Yes, next one. Gas pressure. Okay, ഇനി അടുത്ത ഒരു സംഭവമാണ് ഗ്യാസ് പ്രഷർ. ഈ ഗ്യാസ് പ്രഷർ എങ്ങനെയാണ് വരുന്നത്? മോളിക്യൂൾസ് കൊളൈഡിങ് വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഓക്കെ, അത് നമുക്കറിയാലോ. ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? യെസ്, കണ്ടെയ്നറിന്റെ വാൾസിൽ കൊളൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. All of these collisions are perfectly elastic, meaning that there is no change in energy of either the particle or the wall upon collision. No energy is lost or gained from collisions. ഒന്നുമില്ല, നമുക്കറിയാം ഈ കൊളീഷൻസ് എന്തായാലും നടക്കും, ഇല്ലേ? അതായത് നമ്മുടെ പാർട്ടിക്കിൾസ് ഡെഫിനറ്റ്ലി വാൾസുമായിട്ടും പരസ്പരവും എല്ലാം കൊളൈഡ് ചെയ്യും. ഇനി കൊളൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കൊളീഷൻസ് കഴിഞ്ഞതിന് ശേഷമോ ഇതിനോ ശേഷമോ ഒരു എനർജി ലോസ് ഉണ്ടാവില്ല. ദർ ഇസ് നോ എനർജി ലോസ് ഓർ ഗെയിൻ. ഓക്കെ, ഒന്നും കിട്ടുന്നുമില്ല, ഒന്നും കൊടുക്കുന്നും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ്, ദ ടൈം ഇറ്റ് ടേക്സ് ടു കൊളൈഡ് ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് വിത്ത് ദ ടൈം ബിറ്റ്വീൻ കൊളീഷൻസ്. ഓക്കെ, ദ ടൈം ഇറ്റ് ടേക്സ് ടു കൊളൈഡ്. ഓക്കെ, അതായത് രണ്ട് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് വിത്ത് ദ ടൈം ബിറ്റ്വീൻ കൊളീഷൻസ്. ഓക്കെ, കൊളീഷൻസ് നടക്കുന്ന സമയം അതുപോലെ തന്നെ കൊളീഷൻസ് നടക്കാനുള്ള സമയവും നമ്മൾ, അതായത് ഒരു കൊളീഷനിലോട്ട് പോകുന്നതും കൊളീഷൻ നടക്കുമ്പം ആ ഒരു സമയം എന്ന് പറയുന്നത്, നടക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഇതിനെ വെച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. Next one, the kinetic energy of gas is a measure of its Kelvin temperature. Individual gas molecules have different speeds, but the temperature and kinetic energy of the gas refer to the average of these speeds. Clear? ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് പോസ്റ്റ്ലേറ്റ് പറയുന്നത്. ഇനി പ്രഷർ ഓഫ് എ ഗ്യാസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, P which is equal to 1/3 rho V/r.m.s square. V/r.m.s എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി യെസ്, V/r.m.s നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് ദി ഗ്യാസ്.
റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് റൂട്ട്. ആ റൂട്ട് ആദ്യം റൂട്ടല്ല നമ്മൾ എടുക്കുന്നത്, ആദ്യം നമ്മൾ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് എടുക്കുന്നത്, ദെൻ അതിൻ്റെ റൂട്ട്. ഓക്കെ, റൂട്ട് ഓഫ് ഓരോ വെലോസിറ്റീസിൻ്റെയും സ്ക്വയർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മീനാണ് പറയുന്നത്. അപ്പം ഡിവൈഡഡ് ബൈ എത്രയാണോ ഉള്ളത് ഡിവൈഡഡ് ബൈ ആ നമ്പർ. Root mean square velocity of gas is the square root of the mean of the squares of the velocities of individual molecules. സിമ്പിൾ അല്ലേ? അതായത് നമ്മളിപ്പം സി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, r.m.s എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ബേസിക്കലി നമ്മൾ എന്താണ് പറയുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതിൻ്റെ സ്ക്വയർ ആദ്യം എടുത്ത് നമ്മൾ സ്ക്വയർ ആദ്യം എടുക്കുവാണ്. ഓക്കെ, ദെൻ അത് നമ്മൾ ആഡ് ചെയ്യും, മീനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എത്രയാണോ ഉള്ളത് അത് ഡിവൈഡഡ് ചെയ്യുന്നതല്ലേ മീൻ എന്ന് പറയുന്നത്. അപ്പം സ്ക്വയർ ആയി, മീൻ ആയി, ഇനി നെക്സ്റ്റ് ഇസ് റൂട്ട്. ദാറ്റ് ഈസ് സിംപ്ലി നമ്മുടെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. അതിന് ഇക്വേഷൻസ് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? റൂട്ട് ഓഫ് 3p ബൈ റോ, റൂട്ട് ഓഫ് 3RT ബൈ ഗിവൺ മാസ്, റൂട്ട് ഓഫ് 3KT ബൈ m വിച്ച് ഇസ് ഈക്വൽ ടു 1.73 ഇൻറ്റു റൂട്ട് ഓഫ് KT ബൈ m. സോ ഇതിലേത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യുന്നവർക്ക് ബൈ ഹാർട്ട് ചെയ്യുക. ഇതിലേത് നമുക്ക് തരുന്ന സംഭവങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇതിലേത് ഇക്വേഷൻ വേണമെങ്കിലും, അതായത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും ഇവിടെ ഉണ്ട്. അതുപോലെ ഇനി ആവറേജ് വെലോസിറ്റി പറയുവാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എക്സെട്ര പ്ലസ് എത്രയാണോ ഉള്ളത് അത്ര എണ്ണത്തിൻ്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ എത്ര എണ്ണമാണോ അത്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി. ഇനി pressure in terms of kinetic energy per unit volume. The pressure of a gas, okay, pressure of a gas is equal to 2/3 of kinetic energy per unit volume of the gas. ഈ ഒരു റിലേഷൻ പഠിച്ചു വെക്കണം, 2/3 E. ഓക്കെ, 2/3 of kinetic energy, that is pressure എന്ന് പറയുന്നത്. അപ്പം പ്രഷറും കൈനറ്റിക് എനർജിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. നെക്സ്റ്റ് ഇസ് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പം ഈ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പം നത്തിങ് എൽസ്, അതായത് നമ്മുടെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി absolute root square of, okay, square root of its absolute temperature. So നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? C which is equal to root of 3RT divided by m എന്ന് പറഞ്ഞിട്ട് എഴുതാം. And if T is equal to 0 ആണെങ്കിലോ ഡെഫിനറ്റ്ലി നമ്മുടെ സിയും എന്തായിരിക്കും, അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. So thus absolute 0 is the temperature at which all molecular motion ceases. Okay, clear? So ഇത്രയാണ്, ആകെ ഒരു റിലേഷൻ മാത്രം പഠിച്ചാൽ മതി. Z is proportional to root of T, that is C which is equal to root of 3RT by m. ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പോവാണ് ക്വിക്ക് ആയിട്ട്. First one is kinetic interpretation of temperature, kinetic energy per gram mole of gas, that is half mc square, that is 3/2 RT. Then again kinetic energy per molecule. So നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ചേഞ്ച് നമ്മളിവിടെ 1/2 mc സ്ക്വയർ ആണ്. സോറി mc സ്ക്വയർ, ഇവിടെയും mc സ്ക്വയർ ആണ്. ഓക്കെ, ഹാഫ് mc സ്ക്വയർ, ദാറ്റ് ഇസ് 3/2 KT. ആൻഡ് നമ്മുടെ R/N ആണ്, അതായത് ക്യാപിറ്റൽ R നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ N ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബോൾസ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി മോളിക്യൂൾ. ഓക്കെ, അത് മോളിക്യൂളിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനു മാത്രമാണ്? ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. ക്ലിയർ? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. Next one, specific heat capacity ആണ്. For monoatomic that will be 3/2 R and for diatomic that will be 5/2 R. Simply അത്രയും തന്നെ നിങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, ദെൻ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? യെസ്, ഒരു ഇതെടുക്കുമ്പം, ഒരു ഗ്യാസ് എടുക്കുമ്പം അതിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് പോകുന്ന സ്പീഡ്. Okay, it is the speed possessed by maximum number of molecules of a gas contained in a enclosure. Okay, ഒന്നുമില്ല, ജസ്റ്റ് ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് കുറച്ചെടുക്കുവാണ്, അപ്പം അവിടെ കുറേ മോളിക്യൂൾസ്, ഓക്കെ 10 മോളിക്യൂൾസ് ഈ ഒരു സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അതാണ് മോസ്റ്റ് പ്രോബബിൾ. ബാക്കി എല്ലാം 10-നേക്കാട്ടിലും കുറവാണെങ്കിൽ നമുക്ക് പറയാം ഇതാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുന്നത്. സോ ആ മോസ്റ്റ് പ്രോബബിൾ സ്പീഡിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, റൂട്ട് ഓഫ് 2p/rho എന്ന് എഴുതാം. അതർവൈസ് വിച്ച് ഇസ് ഈക്വൽ ടു 2RT by given mass, then root of 2KT by m എന്ന് എഴുതാം. അതുപോലെ നെക്സ്റ്റ്
നമ്മുടെ സൗണ്ടിന്റെ വെലോസിറ്റി ആണ് ഇൻ മീഡിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ ആർ ടി ബൈ ഗിവൺ മാസ് വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ കെ ടി ബൈ എം. സോ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് വെലോസിറ്റീസിൻ്റെത്. യെസ്, വി ആർ എം എസ്, ഓക്കെ, ദാറ്റ് ഈസ് വി ആർ എം എസ് ബൈ വി. അതായത് നമ്മുടെ സി എന്ന് പറയുന്നത് വി ആർ എം എസ് ഡിവൈഡഡ് ബൈ സൗണ്ട്. ഓക്കെ, സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ മീഡിയം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3 ബൈ ഗാമയാണ്. ഓക്കെ, വി ആർ എം എസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സി എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, വി ആർ എം എസ് ഡിവൈഡഡ് ബൈ സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 3 ബൈ ഗാമയാണ്. അതുപോലെ തന്നെ വി ആർ എം എസ് ഡിവൈഡഡ് ബൈ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. ഓക്കെ, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് നമ്മളിവിടെ പറഞ്ഞു. ആൻഡ് വി ആർ എം എസ് നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 3/2. ഈ റിലേഷനോ അറിഞ്ഞു വെച്ചിരിക്കുക. പ്രോബ്ലംസ് വരുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ ഇസ് ആവറേജ് സ്പീഡ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പറഞ്ഞു which is equal to root of 8p by pi rho, then which is equal to 8rt by pi given mass which is equal to this value. Okay, clear. Then root mean square ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Then next is degrees of freedom. Degrees of freedom എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It is defined as the number of possible independent ways in which the position and configuration can be changes. അതായത് നമുക്കൊരു മോളിക്യൂൾ ഉണ്ട്, അതിന് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ കോൺഫിഗറേഷൻ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും, അതിനാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻ ജനറൽ n is the number of particles. ഓക്കെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്, n ആണെന്ന് വിചാരിക്കുക. നോട്ട് കണക്റ്റഡ് ടു ഈച്ച് അതർ. ഓക്കെ, ഈ മോളിക്യൂൾസ് എന്തല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടില്ല. Then the degrees of freedom n of such a system will be. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ നമ്മുടെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആ സിസ്റ്റത്തിലെ മോളിക്യൂൾസ് ഒന്നും തന്നെ എന്തല്ല കണക്റ്റഡ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഓക്കെ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 × n. ഓക്കെ, 3 × n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n എന്താണ്? യെസ്, ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദാറ്റ് സിസ്റ്റം. ഓക്കെ, n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ number of particles in the system. ഇനി നെക്സ്റ്റ്, if k is the number of constraints അല്ലെങ്കിൽ restrictions, അതായത് ഇവരുടെ ഈ മോഷൻ അല്ലെങ്കിൽ ഈ പോസിബിൾ ആയിട്ടുള്ള പൊസിഷനിങ്ങും കോൺഫിഗറേഷനും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ദാറ്റ് വിൽ ബി 3n - k. അതായത് നമുക്കറിയാം കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് 3n ആണ് അല്ലേ? കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ല എങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n, സ്മോൾ ലെറ്റർ n which is equal to 3n. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിലോ 3n - k. ക്ലിയർ? യെസ്. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മോണോ ആറ്റോമിക്, ഡയാറ്റോമിക്, ട്രയാറ്റോമിക് ആണ് പറയുന്നത്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ട്രാൻസ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പം 3 ആണ് വരുന്നത് ഫോർ മോണോ ആറ്റോമിക്കിന്റെ കേസിൽ. റൊട്ടേഷൻ 0 ആണ്. ആൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ഡയാറ്റോമിക് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ട്രാൻസ്ലേഷൻ വരുന്നത് 3 ആണ്, റൊട്ടേഷണൽ 2 ആണ്, ടോട്ടൽ വരുന്നത് 5 ആണ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ഇസ് ട്രയാറ്റോമിക്. ട്രയാറ്റോമിക് 2 ടൈപ്പ് ഉള്ളത്, ലീനിയർ, നോൺ ലീനിയർ. ലീനിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് CO2 അതാണ് എക്സാമ്പിൾ വരുന്നത്. ലീനിയർ ആയിരിക്കും. അതിൻ്റെ വരുന്നത് എത്രയാണ്? ട്രാൻസ്ലേഷൻ 3, റൊട്ടേഷണൽ 2 ആൻഡ് ടോട്ടൽ വരുന്നത് 5 ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് നോൺ ലീനിയർ, ദാറ്റ് ഇസ് H2, NH3 ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതിന് ട്രാൻസ്ലേഷനും റൊട്ടേഷനും 3 വെച്ചിട്ടാണ്. സോ ടോട്ടൽ വരുന്നത് 6 ആണ്. ഇനി വൈബ്രേഷനും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അത് ഹൈ ടെമ്പറേച്ചറിൽ മാത്രമാണ്. സോ ആസ് ഓഫ് നൗ നമ്മൾ അത് ഇവിടെ ഡീൽ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഇസ് ലോ ഓഫ് equipartition of energy. In any dynamical system, the thermal equilibrium, അത് thermal equilibriumത്തിലാണ്, then total energy, okay, total energy is equally divided among the degrees of freedom and energy per molecule per degree of freedom is half kT. അതായത് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്നുണ്ടെങ്കിൽ എനർജി എന്ന് പറയുന്നത് half kT ആയിരിക്കും. ഇനി 3 എണ്ണം ഉണ്ടെങ്കിലോ, 3 എണ്ണം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 3/2 kT. അതായത് ഒരു മോളിക്യൂളിന്റെ എന്താ പറയുന്നത് ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ അവിടെ വരുന്നത് എനർജി എന്ന് പറയുന്നത് half kT ആണ്. അത് 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 3/2 kT വരും. അത് 5 എണ്ണം ഉണ്ടെങ്കിൽ 5/2 kT എന്ന് വരും.
ഓക്കെ, ദാറ്റ് ഈസ് സിംപ്ലി ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇനി മീൻ എനർജി ആണ് പറയുന്നത്. മീൻ എനർജി, kinetic energy of one molecule of gas is known as the mean energy or internal energy of the gas denoted by U. Okay, mean energy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ kinetic energy of 1 mole of gas ആണ്, which is known as mean energy. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, internal energy of the gas എന്ന് പറയാം. അതിനെ U എന്നാണ് റിപ്രസെന്റ് ചെയ്യുന്നത്, which is equal to n/2 RT. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, യെസ്, n is the degrees of freedom. ഇനി മോണോ ആറ്റോമിക്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ എനർജി എന്ന് പറയുന്നത് അവിടെ മോണോ ആറ്റോമിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു n എന്ന് പറയുന്നത് 3 വരുന്നത്. സോ 3/2 RT വരും. കാരണം എന്താ, ഓൾറെഡി നമ്മൾ പറഞ്ഞു, നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞാണ്, നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, n which is equal to 3 മോണോ ആറ്റോമിക്കിന്. ഡയോട്ടോമിക് ആണെങ്കിൽ അറ്റ് ലോ ടെമ്പറേച്ചർ n which is equal to 3 ആണ്. സോ അവിടെ 3/2 RT തന്നെ വരും. ഇനി മീഡിയം ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ n എന്ന് പറയുന്നത് 5 ആയിരിക്കും. സോ U which is equal to 5/2 RT. ദെൻ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ n which is equal to 7 ആണ്. ദെൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് is 7/2 RT എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞിരുന്നു കൈനറ്റിക് എനർജി, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ഗ്യാസിന് കൈനറ്റിക് എനർജി മാത്രമാണ് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി വരുന്നില്ല. അതുകൊണ്ടാണ് ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിക്ക് ഈക്വലന്റ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇസ് റിലേഷൻ ബിറ്റ്വീൻ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ഗാമ ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമുക്കറിയാം ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു CP/CV, ഓൾറെഡി നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. ആ റിലേഷൻ വരുന്നത് എങ്ങനെയാണ്, ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു CP/CV which is equal to 1 plus 2/n ആണ്. ഓക്കെ, n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, സോ എന്നിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ആര് മാറും, ഗാമന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്കറിയാം 2 കൊളീഷൻസ് നടക്കുന്നു. ഓക്കെ, ആ 2 കൊളീഷൻസും നടക്കുന്നതിന് ഇൻ ബിറ്റ്വീൻ ഉള്ള ഡിസ്റ്റൻസ്, ഓക്കെ, 2 മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് λm which is equal to 1/√2 pi d square n. അപ്പം n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, പൈൻ്റെ നമുക്കറിയാം. d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് d എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്, ദിസ് ഈസ് d. ഓക്കെ, അതായത് ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് കേട്ടോ. യെസ്, ദാറ്റ് ഈസ് d. ക്ലിയർ അല്ലേ? ഇതിന്റെ സെന്ററും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് d. ഓക്കെ, ദാറ്റ് ഈസ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അതായത് രണ്ട് പാർട്ടിക്കിൾസ് വന്ന് ഇടിക്കുമ്പം ആ ഇടിക്കുന്നതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് d എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, λm which is equal to 1/√2 pi d square n. ക്ലിയർ അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. പെട്ടെന്ന് നമ്മൾ വളരെ ക്വിക്കായിട്ട് കുറേ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. സോ ഇൻ ഡെപ്ത് നമുക്കിനി പഠിക്കാനുള്ള സമയമില്ല. സോ നിങ്ങൾ ഈ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്തിട്ട് പോവുക. ഇത്രയും ഇക്വേഷൻസ് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റിനും ഒരുപാട് സമയം എടുക്കും. ആ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അഗെയിൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ടെലഗ്രാം ചാനലിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സോ നിങ്ങൾ വേഗം പോവുക, എക്സ്പ്ലോർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓക്കെ, തെർമൽ ഫിസിക്സ് കംപ്ലീറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സെഷനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ആരും വറി ചെയ്യേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യാത്തതെന്നൊക്കെ. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളിലോട്ട് എത്തും. സോ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്യുക. അതർവൈസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ്, കൂടുതൽ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. സോ വേഗം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസസ് ചാനലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.